മാന്യസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം പണപ്പെരുപ്പവും പണച്ചുരുക്കവും എന്നതാണ്. ആദ്യം തന്നെ ഞാൻ പണച്ചുരുക്കം എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. പണപ്പെരുപ്പം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരിടത്തു നിന്ന് പണം വളരെയധികം കൂടുന്ന ഒരവസ്ഥയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അതായത് 1 രൂപയുടെ സാധനം 3 രൂപയായിട്ട് കൂടുന്നു. ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ എല്ലാം വളരെയധികം പണമുണ്ട്. അവർ അതെങ്ങനെ ചെലവാക്കി തീർക്കണമെന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ പണം ഇങ്ങനെ ഉയർന്നും ഭൂമിയും കളിക്കുന്നുണ്ട്, ഉയർന്നും താന്നും വളരെയധികം കളിക്കുന്നുണ്ട്. അവർ വിചാരിക്കും ഇപ്പോൾ വില കുറവായിരിക്കും, അപ്പോൾ നമുക്കതൊക്കെ കുറെ മേടിച്ചു കൂട്ടാമെന്ന്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ദോഷമായ ഒരു കാര്യം തന്നെയാണ്. പണച്ചുരുക്കം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അത് കടക്കാർക്കും അത് വിൽക്കുന്നവർക്കും ഒക്കെ ആയിരിക്കും. നമ്മൾ മേടിക്കുന്നവർക്ക് വളരെയധികം നഷ്ടം തന്നെയായിരിക്കും. ഇപ്പോൾ കടക്കാർ ഒരു 50 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചെങ്കിൽ പണപ്പെരുപ്പം ഉണ്ടായി അതിനിപ്പോൾ 100 രൂപയായി. അങ്ങനെ നമുക്ക് മേടിക്കുന്ന ആൾക്കാർക്കും വളരെയധികം നഷ്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കടക്കാർ ഒരു 20 രൂപ കൊടുത്ത് ഒരു സാധനം മേടിച്ചു. പണച്ചുരുക്കമായി അത് താഴോട്ട് പോയി അതിന് ഒരു 5 രൂപ വരെ മാറി. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് കടക്കാർക്കും അത് വിൽക്കുന്ന ആൾക്കുമാണ്. അപ്പോൾ അത് ലാഭം ഉണ്ടാക്കുന്നത് നമ്മൾ കാണാം. അതുകൊണ്ട് തന്നെയാണ് പണച്ചുരുക്കവും പണപ്പെരുപ്പവും വളരെയധികം മോശമായ ഒരു കാര്യമാണെന്ന് പറയുന്നത്. കാരണം ഒരാൾക്ക് ലാഭം ഉണ്ടായാൽ മറ്റേ ആൾക്ക് നഷ്ടമുണ്ടാകും. അങ്ങനെ തന്നെയാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ അത് ക്രമമായി പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, പണം വളരെയധികം പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ പണം കൂടുതൽ ഉള്ളവർക്ക് മാത്രമേ അതൊരു നല്ലൊരു അവർക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കൂലിപ്പണി എടുക്കുന്നവർ മറ്റു പല ജോലി എടുക്കുന്നവർക്ക് ഒക്കെ പണം വളരെയധികം കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പണം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ഉണ്ടാവുകയില്ല. അപ്പോൾ അതും വളരെയധികം പ്രശ്നമായ ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് വെച്ചാൽ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിക്കേണ്ടത് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ സൗന്ദര്യം നോക്കുന്നതായ വസ്തുക്കളും നമുക്ക് ആഡംബരമായുള്ള വസ്തുക്കളുടെയും വില വളരെയധികം കൂട്ടുക, ആ സാധനങ്ങൾ വളരെയധികം കുറച്ചു മാത്രം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അത്രയും അധികം പണമുള്ളവർ മാത്രം അത് മേടിച്ചുപയോഗിച്ചാൽ മതി. അല്ല എങ്കിൽ പണപ്പെരുപ്പം ഉണ്ടാകാൻ ഏറ്റവും വലിയ സാധ്യത ആയിത്തീരുന്നു അതെന്ന് പറയാം. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം കഴിയുകയാണെങ്കിൽ സാധാരണക്കാർക്കുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. കാരണം പണം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു സാധനത്തിന് 50 രൂപയായി അവർക്ക് കടയിൽ പോയി മേടിക്കാൻ നോക്കുകയാണെങ്കിൽ അതിന് 70 രൂപയായാൽ അവരുടെ പൈസ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണപ്പെരുപ്പവും പണച്ചുരുക്കവും വളരെയധികം ദോഷമായി തീരുന്നത്. അപ്പോൾ നമ്മൾ അതിങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കടക്കാർക്കും നമ്മൾ സാധനം മേടിക്കുന്നവർക്കും ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.